എല്ലാവർക്കും രാഖി ഫുട്ബോളിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ലോഗിൽ കാണാൻ പോകുന്നത് നമ്മുടെ തിരുവാതിര വ്രതവുമായിട്ടനുബന്ധിച്ചിട്ടുള്ള നമ്മുടെ ആചാരങ്ങളൊക്കെയാണ്. പിന്നെ ഇന്ന് വൈകിട്ട് എൻ്റെ അമ്മയുടെ വീട്ടിൽ എല്ലാവരും വരും. അപ്പം നമ്മളെല്ലാവരും കൂടെ വ്രതം എടുക്കുന്നുണ്ട്. അപ്പം എല്ലാവരും ഉച്ചയ്ക്ക് ശേഷം വന്നതിന് ശേഷം നമ്മളെല്ലാവരും കൂടെ തിരുവാതിര കളിക്കുക, അതുപോലെ തന്നെ പാട്ടുകളൊക്കെ പാടുക, എല്ലാവരും കൂടെ വട്ടത്തിലിരുന്ന് തിരുവാതിര പുഴുക്ക് കഞ്ഞിയൊക്കെ കുടിക്കുക. ഇതാണ് ഇന്നത്തെ നമ്മുടെ ആഘോഷം. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയണം. वक्रतुण्ड महाकाय सूर्यकोटि समप्रभ निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वदा. നമ്മൾ 108 വെറ്റിലൊന്നും കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് ഒരു ശാസ്ത്രത്തിന് ഒരെണ്ണം കഴിക്കാം. നമ്മുടെ തിരുവാതിര നോയമ്പ് ഇവിടെ തുടങ്ങുകയായി. ഇന്നലെ തൊട്ട് തുടങ്ങി. ഇന്നലെ മകേരമായിരുന്നു. അപ്പം മകേരത്തിൻ്റെ അന്ന് നമ്മൾ ഗോതമ്പ് കഞ്ഞി പുഴുക്കൊക്കെയാണ് കഴിച്ചത്. ഇന്നും അതുപോലെ തന്നെ അരിയാഹാരമൊന്നുമില്ല. ആർക്ക് തോന്നുന്നു? പക്ഷേ തിരുവാതിര വ്രതത്തിൽ ആദ്യം നമ്മൾ രാവിലെ തന്നെ ഭഗവാന് ശിവനും പാർവതിയുടെ ഫോട്ടോയുടെ മുമ്പിൽ നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ട് ഒരു പാത്രത്തിൽ നമ്മൾ കരിക്ക്, കുങ്കുമം, വെറ്റ, പാക്ക്, അതുപോലെ തന്നെ പഴം ഇതെല്ലാം എടുത്ത് വെക്കും. എന്നിട്ട് നമ്മൾ ഭഗവാൻ നേദിച്ചതിന് ശേഷം നമ്മൾ ആ പഴത്തിൽ നിന്ന് കഴിക്കണം. വെറ്റ മുറുക്കുക എന്ന് പറഞ്ഞ ഒരു ചടങ്ങുണ്ട്. ഈ വെറ്റ മുറുക്കുന്നെന്ന് പറയുന്നത് പണ്ടൊക്കെ ഈ തിരുവാതിര കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇടയ്ക്ക് ക്ഷീണമൊക്കെ വരുന്ന സമയത്ത് 108 വെറ്റലയൊക്കെ കഴിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയൊന്നും നമ്മളെ കൊണ്ട് കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് ഒരു ആചാരത്തിന് വേണ്ടി ഒരു വെറ്റയും കുറച്ച് പാക്കും ചുണ്ണാമ്പും ഒക്കെ വെച്ച് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കാം. പിന്നെ നമ്മൾ കരിക്ക് കുടിക്കണം. അതിനുശേഷം ഇനി ഇന്നത്തെ ദിവസം നമ്മൾ അരിയാഹാരം ഒന്നും കഴിക്കത്തില്ല. നമ്മൾ സ്പെഷ്യലായിട്ടൊരു പുഴുക്ക് റെഡിയാക്കുന്നുണ്ട്. അതുപോലെ തന്നെ രാവിലെ കൂവ കുറുക്കിയത്, അല്ല കൂവ വരട്ടിയത്, കൂവ പായസം എന്നൊക്കെ പറയും. ഓരോ സ്ഥലത്ത് ഓരോ പേരാണ്. അപ്പം അത് കുറുക്കി കഴിക്കും. അപ്പം അതെങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. അപ്പം തിരുവാതിര ദിവസം ആദ്യം രാവിലെ തന്നെ നമുക്ക് കൂവ വരകിയത് കഴിക്കാം. അഥവാ കൂവ പായസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം അതിനായിട്ട് കൂവപ്പൊടി എടുക്കണം. ഞാനിവിടെ ഒരു 4 സ്പൂൺ എടുക്കാം. ഇത് വലിയ സ്പൂണാണേ. ഇനി ഇതിലേക്ക് കുറച്ചേറെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ഏത് പാത്രത്തിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണേ ആ പാത്രത്തിലേക്ക് അങ്ങ് അരിച്ചൊഴിക്കാം. ഇപ്പോൾ ഒരു അരിപ്പ വെച്ച് കൊടുക്കും. കട്ടയൊന്നും ഇല്ലാതെ എടുക്കാൻ വേണ്ടിയാണ്. അത് തിരുവാതിരയ്ക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു വിഭവമാണ് കൂവ കുറുക്ക് എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ശർക്കരയിലാണ്. നമുക്ക് ഇതിൽ വേണേൽ പഞ്ചസാര വേണേലും ചേർക്കാം. ശർക്കര, തേങ്ങ, അതുപോലെ തന്നെ കുറച്ച് നെയ്യ്, ഇത്രയേ ഉള്ളൂ ഐറ്റം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിതിനെ കുറുക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം ഞാൻ ഇതിലേക്ക് അങ്ങ് ശർക്കര ചീകിയതങ്ങ് ഇട്ട് കൊടുക്കുവാണേ. നമുക്ക് വേണമെങ്കിൽ ശർക്കര ഉരുക്കിയത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അവരവരുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങ ചിരിയതിട്ട് കൊടുക്കാം. ഏകദേശം ഇപ്പൊ കുറുകി ഇങ്ങനെ വന്നിട്ട് തുടങ്ങി. നമുക്ക് ബബിൾസ് ഒക്കെ വരുന്നു. അപ്പൊ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ അങ്ങ് ഇളക്കി അങ്ങ് കുറുക്കിയെടുക്കാം. ഇപ്പൊ നമ്മുടെ കൂവ ഇപ്പൊ റെഡി ആയി കഴിഞ്ഞു. നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടാ, ഇതിപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ കണ്ടാ ഇങ്ങനെ വിട്ട് വരുന്നുണ്ട്. ഇത്രയും മതി. ഇനി ഇരിക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ കട്ടിയാവും. ഇനി ഒരു പ്ലേറ്റ് എടുക്കുക. അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുക. ഇതൊട്ട് പിടിക്കാതിരിക്കാനാണേ. നമുക്കിതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ തിരുവാതിര സ്പെഷ്യൽ കൂവ വരകിയത് റെഡി ആയിട്ടുണ്ട്.
മുറിച്ച് മുറിച്ച്. ഇപ്പം തിരുവാതിര പുഴുക്കുണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏത്തയ്ക്ക, അതുപോലെ തന്നെ ചീനി, പിന്നെ മധുരക്കിഴങ്ങ്, ഇത് നമ്മുടെ ചേമ്പ്, ഇത് ചീമക്കിഴങ്ങ്, അത് കൂർക്ക എന്ന് പറയും, പിന്നെ കാച്ചില്, ഇത് ചേന, പിന്നെ വൻപയർ. അങ്ങനെ 8 കൂട്ടം ഐറ്റമാണ് നമ്മൾ തിരുവാതിര പുഴുക്കുണ്ടാക്കാൻ. തിരുവാതിര പുഴുക്കിനുള്ള ഇതൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയുണ്ട്. പിന്നെ ഇതെല്ലാം കഴുകണം. ചേന, ചേമ്പ്, ചീനിയൊക്കെ അരിഞ്ഞു. ഇവിടെ ഏത്തക്കയും അരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ കളം ഒന്ന് കഴിയും. പാതിരാപ്പൂ ചൂടലിന് വേണ്ടിയുള്ള ദശപുഷ്പത്തെ ഒളിച്ചു വെക്കാൻ പോകുന്നതാണിത്.
പാതിരാപ്പൂ ചൂടലിന് വേണ്ടിയുള്ള ദശപുഷ്പത്തെ നമ്മൾ കണ്ടുപിടിച്ച് എടുത്തുകൊണ്ട് വരുന്ന ചടങ്ങാണിത്. ദശപുഷ്പങ്ങള് മുക്കുറ്റി, ചെറുകുള, ഉഴിഞ്ഞ, തിരുതാളി, പൂവാങ്കുറുനില, കറുക, നിലപ്പന, വിഷ്ണുക്രാന്തി, കയ്യോന്നി, മുയൽച്ചെവിയൻ ഇതെല്ലാം കൂടി നമ്മൾ പാതിരാത്രിയിൽ തലയിൽ ചൂടുന്നതാണ് പാതിരാപ്പൂ ചൂടൽ എന്നുള്ള ചടങ്ങ്. ഇനി അതാണ് നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോണത്. പാതിരാപ്പൂ ചൂടി മംഗളം പാടി തിരുവാതിര അവസാനിപ്പിച്ചു.